നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ സംരക്ഷിക്കുന്ന നിലപാട് തുടരുകയാണ് ഉമ്മ ഷമീന. പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിയിട്ടും മകൻ തന്നെ ആക്രമിച്ചിട്ടില്ല, താൻ കാട്ടിൽ നിന്ന് തന്നെയാണ് വീണതെന്നും ഇത്ര വലിയ മുറിവുണ്ടായത് താൻ രണ്ടാമത്തെ വട്ടം വീണിട്ടാണ് എന്നൊക്കെയാണ് ഷമീന ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ഷമീനയും അഫാനും മറയ്ക്കുന്നതുണ്ട് എന്ന് നമുക്ക് തീർച്ചയാണ്. ഇക്കാര്യത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് ആൻസി? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉറ്റുനോക്കിയത്, അതായത് ഈ ഒരു കൊലപാതകവുമായി, ഈ ഒരു കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു വ്യക്തി ഷെമിയാണ്. അപ്പോ ഷെമിയുടെ ഒരു മൊഴി, അതായത് ആ ആക്രമണത്തിന് തൊട്ട് മുന്നേ എന്താണ് സംഭവിച്ചത്, ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ, ഇതൊക്കെ പറയാൻ കഴിയുന്ന ഒരാൾ ഷെമിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെമിയുടെ ഒരു മൊഴിയെടുപ്പ് അല്ലെങ്കിൽ ഷെമിക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയുക എന്നത് വളരെ നിർണായകമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ അവിടെ ഇപ്പോൾ അവരായിരിക്കുന്നിടത്ത് ചെന്നിരുന്നു. അപ്പൊ മൊഴി രേഖപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോ ഈ ഐസിയുവിൽ കിടന്നപ്പോൾ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലെ ഷെമീന പറയുന്നത്, ഞാൻ കട്ടിലിൽ നിന്ന് വീണു, എനിക്ക് ഈ ഒരു അപകടം പറ്റി എന്നാണ്. അതേ മൊഴി കഴിഞ്ഞ ദിവസം, അത് ശരിക്കും ഒന്നും അറിയാതെ, അതായത് ഈ അഫാൻ ചെയ്തു കൂട്ടിയ ഈ ക്രൂരതകളൊന്നും അറിയാതെയായിരുന്നു ആ ഒരു ഐസിയുയിൽ വെച്ച് ഇങ്ങനെ ഒരു മൊഴി പറഞ്ഞത്. ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ട്, ഇപ്പൊ എല്ലാ മരണ വാർത്തയും ഷെമി അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഷെമി പറയുന്നത് താൻ കട്ടിലിൽ നിന്ന് വീണ് മുറിവേറ്റു എന്നാണ്. അതായത് മകനെ സംരക്ഷിക്കുക എന്ന ആ ഒരു നിലപാടിൽ നിന്നും ഷെമീന അല്പം പോലും മാറിയിട്ടില്ല. ആ ഒരു മൊഴിയിൽ നിന്നും ഇപ്പോ അഫാൻ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ എല്ലാ സത്യങ്ങളും നമുക്ക് ഏതാണ്ട് അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഷെമിയുടെ ഈ മൊഴി കള്ളം തന്നെയാണ്. ഷെമി പറയുന്നത് പച്ചക്കള്ളം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് കട്ടിലിൽ അഫാൻ തന്നെ പറഞ്ഞു, ഞാൻ ഉമ്മയെ ആക്രമിച്ചു, തിരിച്ചു വന്നപ്പോൾ വീണ്ടും ചുറ്റിക വെച്ച് ആക്രമിച്ചു, അത് അഫാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അങ്ങനെ ആ മൊഴി നിൽക്കവേ ഷെമി പറയുന്നു, ഞാൻ കട്ടിലിൽ നിന്ന് വീണ് മുറിവ് പറ്റിയതാണ്, അഫാൻ എന്നെ ആക്രമിച്ചിട്ടില്ല, അഫാൻ ആരെയും ആക്രമിക്കാൻ കഴിയില്ല എന്നൊക്കെ ഉമ്മ പറയുമ്പോ പെരും കള്ളമാണ് ഷെമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യമാണ്, ശരി, കട്ടിലിൽ നിന്ന് വീണതാണെങ്കിൽ ഇത്രയും വലിയ മുറിവ് സംഭവിക്കുമോ? 41 തുന്നലുകൾ ആ തലയിലുണ്ട്. അപ്പോ ഇത്രയധികം മുറിവ് കട്ടിലിൽ നിന്ന് വീണാൽ സംഭവിക്കുമോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അപ്പോ അവർ മറുപടി പറഞ്ഞത്, ഞാൻ കട്ടിലിൽ നിന്ന് വീണു, വീണ്ടും എഴുന്നേക്കാൻ ശ്രമിച്ചു, അപ്പൊ വീണ്ടും വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മുഴുവൻ ഈ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല എന്തൊക്കെയോ മറയ്ക്കാനും കൂടി ഷെമീന ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഒഴിഞ്ഞുമാറ്റം, ഒരു സ്കിപ്പ്, ആ ചോദ്യങ്ങളിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്ന ഒരു നിലപാടാണ് ഈ ഷെമി സ്വീകരിച്ചിരിക്കുന്നത്. അത് റഹീമിൽ പോലും ഷമീന ആ ഒരു അടവ് പുറത്തേക്ക് എടുത്തിരുന്നു. കാരണം ഇത്തരം കടങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് ചോദിക്കുമ്പോഴൊക്കെ കൃത്യമായ മറുപടി ഒന്നും നൽകുന്നില്ല. ഇവരെ ബാങ്കിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് റഹീം 8 ലക്ഷം രൂപയുടെ ബാധ്യതയായിരുന്നു ബാങ്കില്, 4 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. പക്ഷെ അതിൽ 2 ലക്ഷം രൂപ മാത്രമേ ബാങ്കിലേക്ക് അടച്ചിട്ടുള്ളൂ. ബാക്കി പണം എന്ത് ചെയ്തു എന്ന് ഷെമീന ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല. ഇപ്പോ ഷെമീന എന്താ പറയാ, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ സമയത്ത് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതായത് ഫർസാനയുടെ മാല എടുത്തു നൽകാനായിട്ട് 60,000 രൂപ റഹീം നാട്ടിലേക്ക് അയച്ചു. അപ്പോ 40,000 രൂപ മാലയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ വീട്ടിലെ ചെലവിന് വേണ്ടിയിട്ട് 20,000 രൂപയായിട്ടാണ് അയച്ചു കൊടുത്തത്. അപ്പോ പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ കണക്ക് 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ ബാങ്കിൽ നൽകാതെ ബാക്കി 2 എന്തു ചെയ്തു എന്നുള്ളതിന് കൃത്യമായ മറുപടി ഒന്നും നൽകുന്നില്ല. കൂടാതെ റഹീമിന്റെ കാറ്, റഹീമിനോട് പറഞ്ഞത് 2 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നാണ്. പക്ഷെ റഹീം നാട്ടിലെത്തിയതിനു ശേഷം അറിയുന്നത് 4 ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്ന്. അപ്പൊ റഹീം അറിയാതെ എന്താണ് ഷെമീനയും അഫാനും മറയ്ക്കാൻ ശ്രമിക്കുന്നത്? ഇരുവരും ഷമീനെ 2 തവണയാണ് കൊലപ്പെടുത്താൻ അഫാൻ ശ്രമം നടത്തിയത്. അപ്പോ അത്ര ക്രൂരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള ആക്രമണം തന്റെ മകനിൽ നിന്ന് ഏറ്റിട്ട് പോലും ഇത്രയും പേര്, ഒരു കുടുംബത്തിലെ പലരെയും ദാരുണമായി കൊലപ്പെടുത്തിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഷമീന മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അത് ഇരുവരും തമ്മിലുള്ള എന്തെങ്കിലും ധാരണ പ്രകാരമാണോ? അത് ഇരുവർക്കും മാത്രം അറിയാവുന്ന എന്തോ ഒരു രഹസ്യം അത് ഷമീനയുടെ മനസ്സിലുമുണ്ട്, അഫാന്റെ മനസ്സിലുമുണ്ട്. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇരുവരും എന്തൊക്കെയോ ഒളിക്കുന്നു എന്നുള്ളത്
കൃത്യമാണ്. അത് പോലീസിന്റെ മുന്നിൽ പോലും രണ്ടുപേരും നാടകം കളിക്കുന്നുണ്ട്. പല ചോദ്യങ്ങൾക്കും ഉത്തരം കൃത്യമായി കൊടുക്കാതെ എന്താ പറയാ പലതും ഒളിക്കുകയാണ് പ്രതികൾ ഇപ്പോഴും. മാത്രമല്ല ഈ സംഭവ ദിവസം നടന്ന, അതായത് ഇപ്പോ ഈ ഒരു കടത്തിന്റെ മേൽ ഈ ഒരു കുടുംബം നിൽക്കുകയാണ്, അമ്മയും മകനും കടത്തിന് മേൽ നിൽക്കുകയാണ്. അപ്പൊ അത് വീട്ടാനുള്ള ശ്രമങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. തലേ ദിവസം ഒരു വീട്ടിൽ പോയി കടം ചോദിക്കുന്നുണ്ട്. ഈ ആക്രമണം നടക്കുന്ന ദിവസവും രാവിലെ വിളിച്ചിട്ട് കുറച്ച് പണം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ കടമൊക്കെ എങ്ങനെയെങ്കിലും വീട്ടുക എന്ന പരിശ്രമം ഒക്കെ മകനും അമ്മയും നടത്തിയിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് എന്താണ് ഈ അഫാൻ ഉമ്മയെ ആക്രമിക്കാൻ കാരണമായത്, ഇവർക്കിടയിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഷെമിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആദ്യമേ പറയുന്നുണ്ട് 2000 രൂപയിലാണ് ഇവരൊരു ആക്രമണം തുടങ്ങിയെന്ന് പറയുന്നത്. ഈ 2000 രൂപയിൽ തുടങ്ങിയ തർക്കത്തിൽ പെട്ടെന്ന് തന്നെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം കൃത്യമായ പ്ലാനിങ് ഇതിലുണ്ട്. മുളക് പൊടി വാങ്ങിക്കുന്നു, ബാഗ് വാങ്ങിക്കുന്നു, ചുറ്റിക വാങ്ങിക്കുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും അവിടെ സജ്ജമാക്കിയതിനു ശേഷമായിരുന്നു ഈ ഒരു കൃത്യം നടത്തിയത്. അപ്പൊ പെട്ടെന്ന് എന്തായിരുന്നു ആ ഒരു പ്രകോപനം എന്നുള്ളത്? അതായത് അന്നത്തെ ദിവസം 4ഓളം പേരുടെ കടങ്ങളാണ് ഈ അഫാൻ, അതായത് മുത്തശ്ശിയെ കൊലപ്പെടുത്തി ആ മാല കൊണ്ട് പണയം വെച്ചിട്ട് CDM-ൽ ക്യാഷ് നിക്ഷേപിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുന്നത്. അപ്പോ ഈ കടവും വീട്ടണം, ഈ ഇത്രയും ക്രൂര കൊലപാതകങ്ങളും നടത്തണം. അപ്പൊ എന്തായിരുന്നു അതിനുള്ള ഒരു മോട്ടീവ്? നമുക്ക് സാധാരണക്കാർക്ക് ഒരു സംശയം തോന്നും. കടങ്ങളുടെ മേലാണ് ഈ കൊലപാതകമെങ്കിൽ ആ കടങ്ങൾ വീട്ടാനും ശ്രമിക്കുന്നുണ്ട്, കൊലപാതകം നടത്തുന്നുണ്ട്. അപ്പൊ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് ഇത്ര ഒരു ക്രൂര കൊലപാതകങ്ങളൊക്കെ നടക്കുമോ എന്നൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് സംശയങ്ങൾ ഇങ്ങനെ ജനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് വീട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ പെട്ടെന്ന് അഫാനെ പ്രകോപിപ്പിച്ചല്ലേ, പെട്ടെന്ന് ഒരു ആക്രമണത്തിലേക്ക് അഫാനെ നയിച്ചത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ക്ലൂ നൽകാൻ, അല്ലെങ്കിൽ കൃത്യമായ ഒരു വിവരം നൽകാൻ ഷെമിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ സംഭവ ദിവസം രാവിലെ എന്താണ് അവിടെ നടന്നത്, ആ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഷെമിയോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോ വിഷയം മാറ്റുകയാണ് ചെയ്തത്. ഷെമി അതിന് കൃത്യമായ മറുപടി നൽകിയില്ല. അപ്പോഴേക്കും എനിക്ക് വിശക്കുന്നു, ശരീരം തളരുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോ മാത്രമല്ല ഈ ആശുപത്രിയിലായിരുന്ന സമയത്തും ഷെമി ഇങ്ങനെ കടബാധിതരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഡയറി തന്റെ വീട്ടിലുണ്ട്, അതിൽ എല്ലാ വിവരങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡയറിനെ കുറിച്ച് ചോദിച്ചപ്പോഴും ഒരു വ്യക്തമായ മറുപടി അല്ല ഷെമി നൽകിയത്. 1 മണിക്കൂറോളം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. പക്ഷെ തീർത്തും നിരാശാജനകമായ ഒരു സംഭവമാണ്. അതായത് ഒന്നിനും ഒരു വ്യക്തത നൽകുന്നില്ല, കൃത്യമായ മറുപടി നൽകുന്നില്ല, കള്ളം വീണ്ടും പറയുന്നു. അപ്പോ എന്താ മൊഴി എടുക്കൽ രേഖപ്പെടുത്തൽ പൂർത്തിയാക്കാതെയാണ് പോലീസ് മടങ്ങിയത്. തീർത്തും നിരാശാജനകവും. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ നമുക്കത് പറയാൻ പാടില്ല എങ്കിലും പറഞ്ഞു പോകുന്നു. ആ ഉമ്മയുടെ അമർഷം തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. കാരണം പല കാര്യങ്ങളും ആ ഉമ്മ മറയ്ക്കുന്നു, എന്തൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനും ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മരണ വാർത്തയൊക്കെ അറിയുന്നതിന് മുന്നേ വരെയുള്ള ഉമ്മയുടെ ഈ ഒരു മൊഴി, അതായത് കട്ടിലിൽ നിന്ന് വീണു എന്ന് പറഞ്ഞതിനെ നമ്മൾ വിശേഷിപ്പിച്ചത് ഒരു അമ്മയുടെ സ്നേഹം, മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മ, അങ്ങനെ ഒരു ടാഗ് ലൈൻ ആണ് നമ്മൾ കൊടുത്തത്. പക്ഷെ ഇനി ആ ടാഗ് ലൈൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. പോട്ടെ, തന്റെ ഇളയ മകനെ കൊലപ്പെടുത്തിയതും അഫാൻ ആണെന്ന് ആ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഇനിയും എന്തിനാണ് ഉമ്മ ഇങ്ങനെ ഈ കള്ളം പറയുന്നത്? അല്ല, ഷെമീന അപ്പോഴും തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അഫാൻ അങ്ങനെ ആക്രമിക്കാൻ കഴിയില്ല, അഫാൻ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. താൻ കട്ടിൽ നിന്ന് വീണു എന്ന് ഏകദേശം ഒരു 3ഓ 4ഓ വട്ടം ഈ ഷമീന ആവർത്തിച്ചു കഴിഞ്ഞു. ഒരു കള്ളം മറയ്ക്കാനുള്ളവരാണ് ആ പറഞ്ഞ മൊഴി ആ കൃത്യതയോടെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് എല്ലായിടം. അതായത് ആശുപത്രി കിടക്കയിൽ വെച്ചും പറഞ്ഞു താൻ കട്ടിൽ നിന്നാണ് വീണത്, മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയിലും പറഞ്ഞു താൻ കട്ടിൽ നിന്നാണ് വീണത്, റഹീമിനോട് പോലും പറഞ്ഞു ഞാൻ കട്ടിൽ നിന്നാണ് വീണത്. തിരിച്ചിപ്പോൾ സംരക്ഷണ കേന്ദ്രത്തിൽ വന്നപ്പോഴും പോലീസ് ചോദ്യം ചെയ്യലിന് വന്നപ്പോഴും തുടർന്നത് ഇത് തന്നെയാണ്, താൻ കട്ടിൽ നിന്നാണ് വീണത്. എന്തുകൊണ്ടാണ് ഈ സെയിം മൊഴി തന്നെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനാണ് അമ്മ കള്ളം പറയുന്നത്? എന്തിനാണ് അമ്മ ഈ ഉറപ്പായിട്ട് ഇനി അഫാനെ സംരക്ഷിക്കാനാണ് അമ്മയുടെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും അതിന് നടക്കില്ല. കാരണം വേറെ ആരുമല്ല ഇത് കണ്ടോണ്ട്, അല്ലെങ്കിൽ 3-മതൊരാൾ വന്നിട്ട് ഇത് അഫാനാണ് ഇവരെയൊക്കെ കൊലപ്പെടുത്തിയതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അഫാൻ തന്നെയാണ് പറഞ്ഞത് ഞാനാണ് ഇവരെല്ലാം കൊലപ്പെടുത്തിയതെന്ന്. അപ്പോ ഇത്രയും കാര്യങ്ങൾ, തെളിവെടുപ്പ്, സാധനങ്ങൾ കണ്ടെത്തുന്നു, എല്ലാം വിവരിക്കുന്നു, എല്ലാം എത്തിക്കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഈ തന്റെ ഒരൊറ്റ മൊഴി കൊണ്ട് അഫാനെ സംരക്ഷിക്കണം എന്നൊരു ലക്ഷ്യമാണ് അമ്മയ്ക്കുള്ളതെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കുമെന്ന് തോന്നില്ല. കാരണം ഇത്രയധികം തെളിവുകളും ഇത്രയധികം അത് മകനെ സംരക്ഷിക്കാനായിരിക്കില്ല. മേ ബി ഇവർക്ക് 2 പേർക്കും അറിയാവുന്ന ഒരു രഹസ്യം, അത് പുറത്താരും അറിയരുത് എന്നൊരു ധാരണ ഇരുവർക്കും ഉണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. കാരണം അത് എങ്ങാനും മകന് നിന്ന് പുറത്തു വരുമോ എന്ന് ചിലപ്പോ ആ ഉമ്മ ഭയക്കുന്നുണ്ടായിരിക്കാം. ഈ ദാരുണമായിട്ട് ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച മകനും ആ ഒരു രഹസ്യം എന്താണെന്ന് പോലീസിനോട് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇരുവർക്കും അറിയാവുന്ന എന്തോ ഒരു വലിയൊരു രഹസ്യം
അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ്. അതാണ് ഈ അന്വേഷണം ചിലപ്പോ ഒരു എന്താ പറയാ വഴിത്തിരിവായി മാറുന്ന ഒരു സംഭവം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാം. അതായത് അഫാന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഉമ്മ അവനെ കുറ്റപ്പെടുത്താത്തത്, അല്ലെങ്കിൽ അവനാണ് കുറ്റക്കാരനെന്ന് മറ്റുള്ളവരോട് പറയാത്തത്. അഫാൻ ഇത് അറിയുമ്പോൾ അഫാന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതായത് ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് ഉമ്മയെ ആക്രമിച്ചത്, പക്ഷെ ഉമ്മ എന്നെ കാണിച്ചു കൊടുക്കുന്നില്ല, ഞാനാണ് കുറ്റക്കാരനെന്ന് ഉമ്മ പറയുന്നില്ല, ഞാൻ തെറ്റ് ചെയ്തു എന്ന് എന്നെ ഉമ്മ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉമ്മ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അഫാന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലെ? അഫാന് പ്രത്യേകിച്ച് മാനസാന്തരം ഉണ്ടാകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മാനസാന്തരം ഉണ്ടാകുന്ന ഒരു പ്രതിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 2ാം ഘട്ട തെളിവെടുപ്പിനിടയ്ക്ക് പോലും പ്രതി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പശ്ചാത്താപമോ കണ്ണീരോ സങ്കടത്തോടെ തല കുമ്പിട്ട് നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിർവികാരത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ പ്രത്യേകിച്ച് ഒരു കൂസലും ഇല്ലാതെയൊക്കെയാണ് പ്രതി എന്താ താൻ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, താൻ എങ്ങനെയൊക്കെയാണ് അവിടെ പ്രതികരിച്ചത് എന്നൊക്കെയുള്ള ഒരു റിയാക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരിക്കലും ഒരു പശ്ചാത്താപത്തിന് ഒരു ചെറിയ കണിക പോലും പ്രതിക്ക് അവിടെ ഇല്ല. ഇനിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അഫാന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് അഫാന്റെ ഉമ്മയുടെ മൊഴി. അതായത് അല്ലെ മാനസിക കുത്ത് അല്ല അത് ശിക്ഷയായിട്ടൊന്നും എനിക്ക് തോന്നില്ല. ആ ഉമ്മ ഇപ്പോഴും സംരക്ഷിക്കുന്നത് ഇരുവരും തമ്മിലുള്ള എന്തോ ഒരു രഹസ്യം അത് മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണത്തിന്റെ ഒരു കവചം തീർത്തതാണെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു സാധാരണക്കാരന്റെ ഒരു ഇതിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ. അല്ലെങ്കിൽ സ്വന്തം എന്താ ആശുപത്രി കിടക്കയെ പോലും ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിരുന്നത് അഫ്സാനെയായിരുന്നു. അപ്പൊ ആ അഫ്സാൻ ജീവനോടെ ഇല്ല, അതിന് കാരണക്കാരനായത് സ്വന്തം മൂത്ത മകൻ തന്നെയാണ്. അപ്പൊ അത്തരത്തില് ഇളയ മകനോട് ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു അമ്മ തീർച്ചയായും അതിൽ കുറ്റവാളിയാണെങ്കിൽ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ അനുഭവിക്കണം എന്നൊരു ചിന്താഗതിയോടുകൂടി തന്നെ ആയിരിക്കണം പ്രതികരിക്കേണ്ടത്. പക്ഷെ തന്റെ മകനൊന്നും ചെയ്തിട്ടില്ല, തന്നെ ആക്രമിച്ചിട്ടില്ല, താൻ കട്ടിൽ നിന്ന് വീണു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം എന്തോ ഒരു എന്താ റഹീം പോലും അറിയാതെ നിൽക്കുന്ന എന്തോ ഒരു വലിയ രഹസ്യം അവിടെ മറയ്ക്കുന്നുണ്ട്. ആ ഒരു മറയുടെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലൊരു ക്രൂരകൃത്യങ്ങൾ അവിടെ അരങ്ങേറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ഈ ഉമ്മ ചെയ്യേണ്ടത് ഇങ്ങനെ മകനെ സംരക്ഷിക്കുക എന്ന നിലപാട് എടുക്കുകയല്ല, തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കുക, ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുക, ഒന്നും മറയ്ക്കാതെ. പ്രത്യേകിച്ച് കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, അതായത് വലിയ രീതിയിലുള്ള ഈ പലിശ വാങ്ങലുണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സാധാരണക്കാരെല്ലാം പെട്ടെന്ന് പണം കിട്ടാതാകുമ്പോൾ ഒരു പലിശക്കാരെ ആശ്രയിക്കും. പല പലിശക്കാരും കഴുത്തറുത്താണ് പലിശ വാങ്ങിക്കുന്നത്. അപ്പൊ ഈ ഉമ്മ ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരക്കാർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അതും ഒരു നല്ല കാര്യമല്ലേ? നമ്മുടെ സമൂഹത്തിലെ ഒരു വിപത്തിനെ നിയമപരമായിട്ട് നേരിടാൻ. അല്ല, ഇപ്പൊ സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. കാരണം വൻ തോതിൽ പലിശയാണ് ഈ അഫാനിൽ നിന്നും മറ്റു പലരും ഈടാക്കിയിരുന്നത്. അപ്പൊ അതിന്റെ പേരിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ അന്വേഷണ സംഘം എന്തായാലും തുടക്കം ഇട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഉമ്മ ഇനി ഈ ഒരു നിലപാടൊന്ന് മാറ്റിയിട്ട് അത് അറിയാനുള്ള അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെ അറിയാം അതൊക്കെ പറയാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു വിമർശനം, ഒരു അമർഷം ഒക്കെ ഉമ്മയുടെ ഈ നിലപാടിനെതിരെ ഉയരുന്നുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കമന്റ്സിലൂടെ ഒക്കെ പോകുമ്പോൾ അമ്മയുടെ സ്നേഹമൊക്കെ ശരി തന്നെ, പക്ഷെ തെറ്റും ശരിയും പറഞ്ഞു കൊടുത്ത് ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ചും വളർത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ അവർ ഇതിലും വലിയ തെറ്റുകൾ ആവർത്തിക്കും. ചിലപ്പോ ഉമ്മ ഇങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് മകനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷണം നമുക്ക് കൽപ്പിച്ചു കൊടുക്കാം. എന്നിരുന്നാൽ പോലും ഉമ്മയുടെ നിലപാട് തെറ്റ് തന്നെ ആണ് സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത്. കമന്റുകൾ വരുന്നത് അതായത് ഇതിന്റെ ഉത്തരവാദി മാതാവ് തന്നെയാണ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വരവറിഞ്ഞ് ചിലവാക്കാൻ പഠിക്കണം. ഇത് മക്കളെയും പഠിപ്പിക്കണം. മാത്രമല്ല മക്കളുടെ നല്ലതും ചീത്തയും കൃത്യമായി പിതാവിനെ അറിയിക്കണം. എങ്കിൽ മാത്രമേ മക്കൾക്ക് പേടി ഉണ്ടാവുകയുള്ളൂ. ഇവിടെ പിതാവ് നിന്ന മാതാവും മകനും ചേർന്ന് ആ പിതാവിനെ വഞ്ചിക്കുകയായിരുന്നു. ആ പാവത്തിന്റെ സങ്കടം കണ്ടിട്ട് ചങ്ക് തകർന്നു. ആ മാതാവ് കരുതി വെച്ച അല്ലെങ്കിൽ വരുത്തിച്ചു വെച്ച വിന കാണാൻ വേണ്ടി തന്നെയാണ് ദൈവം അവരെ ഉയിരോടെ വിട്ടിരിക്കുന്നത്. പാവം ആ പൊടിമോൻ കടയിൽ നിൽക്കുന്ന രംഗം മനസ്സിൽ നിന്ന് മായുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അഫ്സാൻ കടയിൽ നിന്ന് നിൽക്കുന്നത് നമ്മളെ മനസ്സിനെ വല്ലാതെ ഉള്ളുലച്ചൊരു രംഗം തന്നെയാണ്. കാരണം മരണത്തിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു നിമിഷമാണ്. ആ കുഞ്ഞ് അറിയുന്നില്ല തനിക്ക് ഇനിയുള്ള നിമിഷം തന്റെ സഹോദരന്റെ കൈകൊണ്ട് തീരാനാണ് വിധി എന്നുള്ളത് തീർച്ചയായിട്ടും അത് തിരിച്ചറിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു രംഗമൊക്കെ നമ്മുടെ ഉള്ളിൽ മുലയ്ക്കുന്നതാണ്. അപ്പൊ ഫർസാന കുടയും പിടിച്ച് നടന്നു വരുന്ന CCTV ദൃശ്യങ്ങൾ അപ്പോഴും അവരും അറിയുന്നില്ല തന്റെ മരണത്തിലേക്കുള്ള വഴിയാണ് അതെന്നുള്ള അറിയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും അറിയുന്നില്ല ഇനി തങ്ങളുടെ അന്ത്യനിമിഷമാണ് അടുത്ത് നിൽക്കുന്നത് എന്നുള്ളത് ആരും അറിയുന്നില്ല. റഹീം പോലും
എന്താ 2 മക്കളെ നഷ്ടപ്പെട്ട ഒരു വാപ്പ, ഒരു മകൻ ജീവനോടെ ഉണ്ട് എങ്കിലും മരിച്ചൊരവസ്ഥയെ തന്നെയാണ് ആ പിതാവ്. ഒരിക്കലും മാപ്പ് കുടിക്കില്ലെന്ന് റഹീം ആവർത്തിച്ചു കഴിഞ്ഞു. ഇളയ മകൻ കുഞ്ഞിലെ കണ്ടതാണ്. പിന്നീട് ആ വാപ്പയ്ക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മകന്റെ ജീവനറ്റ ശരീരമാണ്. അപ്പൊ അത്രത്തോളം സ്നേഹിച്ച ആ ഒരു വാപ്പയ്ക്ക് ഒരിക്കലും ഇനിയൊരു മാപ്പ് കൊടുത്താൽ അംഗീകരിക്കാൻ കഴിയില്ല. ആ വാപ്പ പറയുന്നുണ്ട്, നിയമം അനുശാസിക്കുന്ന എന്താ പറയാ ആ ഒരു ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ആ വാപ്പയും പറയുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചുകൊണ്ട് മരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇത്രയും സ്വന്തം കുടുംബത്തിലായിരുന്നാലും സ്വന്തം വീട്ടിലായിരുന്നാലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ ഷമീനെ എന്താ പറയാ തള്ളിക്കളയാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഷമീനയ്ക്ക് മാപ്പ് കൊടുക്കില്ലെന്ന് റഹീമിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഷമീനെ ആവട്ടെ മകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടരുന്നത്. ഒരിക്കലും തന്നെ ഭർത്താവിനോടുള്ള ഒരു കടപ്പാടിന് മേല് അല്ലെങ്കിൽ ഭർത്താവിനോട് എല്ലാം തുറന്നു പറയണം, കടത്തിന്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് തുറന്നു പറയണം, ഇതുവരെയായി ഇനിയെങ്കിലും പറയണം എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും ഷമീനയ്ക്കില്ല. ഷമീന ഇപ്പോഴും അഫാനെ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് തുടരുന്നത്. എത്ര കുടുംബങ്ങളുടെ കണ്ണീരാണ് ഇതിലേക്ക് വീണിരിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം. മാത്രമല്ല റഹീം എന്ന് പറയുന്ന ആ പിതാവിന്റെ ഒരു അവസ്ഥയും, അദ്ദേഹം ശരിക്കും ഒരു നടുകടലിൽപ്പെട്ട അവസ്ഥയാണ് അല്ലെ. ഷമി ഇങ്ങനെ പറയുന്നു, അപ്പൊ ആ പിതാവിന് ആകെ ഒരു ആശയക്കുഴപ്പം. എന്തിന് ഷമി ഇങ്ങനെ വീണ്ടും വീണ്ടും കള്ളം പറയുന്നു? പിതാവ് തള്ളി പറഞ്ഞു അഫാനെ അല്ലെ, അവൻ എനിക്ക് കാണാൻ പോലും ആഗ്രഹമില്ല, അല്ലെങ്കിൽ അവനോട് എനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കില്ല, അവൻ കാരണം ഉണ്ടായ നഷ്ടങ്ങൾ എനിക്ക് മറക്കാനാകില്ല, അവൻ കാരണം എത്രയോ ജീവൻ നഷ്ടമായി. അപ്പൊ പിതാവ് സ്വീകരിച്ച ഒരു നിലപാട്, അതൊരു ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട് ഷമിയെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. റഹീമിനോട് വീണ്ടും ഒരു കാര്യം ആവർത്തിക്കുന്നത്, താൻ ആത്മഹത്യ ചെയ്യുന്നത്. ഷമീന എന്തിനാണ് ഇനി അങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത്? അഫാനെ കാണുകയും വേണം, തനിക്ക് ജീവിക്കുകയും വേണ്ട എന്നൊക്കെ ഉള്ള ഒരു നിലപാട്. സത്യം പറഞ്ഞിട്ട് എന്താണെന്ന് ആത്മഹത്യ ചെയ്യാനല്ല പറഞ്ഞത്, സത്യം പറയുക. ഇനിയെങ്കിലും ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമാണ്. റഹീമിനോടെങ്കിലും ഉള്ളു തുറന്ന് സത്യം പറയുക, എന്തുകൊണ്ട് ഈ കടബാധ്യത വന്നു, അഫാന് എന്താണ് ഇതിൽ പങ്ക്. ഒരിക്കലും മകനെ ഇത്തരത്തില് സാമ്പത്തിക ബാധ്യതയിലേക്ക് വലിച്ചഴിക്കാൻ റഹീം ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അഫാൻ എന്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നൊക്കെയുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മറ്റൊരു ചോദ്യം, മകനാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരെ സമ്മതിക്കണം, തന്റെ ഇളയ മകനെ കൊന്നു എന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതായത് ഈ നിലപാടിൽ നിന്ന് മാറാത്തത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കമന്റുകളാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നത് അല്ലെ. ഒരിക്കലും ഷമീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരും സംസാരിക്കുന്നില്ല. എല്ലാവരും ഷമീന എന്തുകൊണ്ട് എന്താ പറയാ മറയ്ക്കുന്നു, അഫാനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന പേരിൽ തന്നെയാണ് എല്ലാവരും ചോദ്യം ചെയ്യുന്നത്. ഷമീന എന്തൊക്കെയോ മറയ്ക്കുന്നത് ഇനി പുറത്തേക്ക് വരണം. ഷമീന ഇനി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഒരിക്കലും അഫാൻ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ഷമീനയുടെ നിലപാടിനെ അനുകൂലിച്ച് കമന്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരാൾ പറയാണ്, ക്യാൻസർ രോഗിയും ഒരു ഉമ്മയുമായ ആ സ്ത്രീയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അവസാന കാലത്ത് ബാക്കിയുള്ള മകനെങ്കിലും അടുത്തുണ്ടാവണം എന്നുള്ള പ്രതീക്ഷയിൽ മൊഴി കൊടുത്തതായിരിക്കും അവർ. കാര്യം വിഡിതമാണെങ്കിലും ഒരു മകനെങ്കിലും തന്റെ കൂടെ വേണം എന്നൊരാഗ്രഹത്തോടെ ആ ഉമ്മ, പക്ഷെ ഇനി ഒരിക്കലും ആ ഒരു ടാഗ്ലൈൻ, നമുക്ക് ഉമ്മയുടെ സ്നേഹം എന്ന ടാഗ്ലൈൻ കൊടുത്ത് ഇതിനെ മാറ്റാൻ പറ്റത്തില്ല. കാരണം അഫാനെ ഉമ്മ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉമ്മ പറയുക തന്നെ വേണം, ഒന്ന് ഹൈഡ് ചെയ്യരുത് അല്ലെ. തീർച്ചയായിട്ടും. കാരണം അഫാൻ ഇങ്ങനെ ആവാൻ കാരണക്കാരി ഷമീന തന്നെയാണെന്നാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. അതെ, ഈ 15-ാം വയസ്സിൽ ഇവര് സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യാനൊക്കെ ഈ അഫാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ അന്ന് തൊട്ടാണ് ഇവൻ എന്താവശ്യപ്പെട്ടാലും എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്തു കൊടുത്തു തുടങ്ങിയത്. അപ്പൊ ആ ഒരു കാരണം എന്താ പറയാ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും വർഷവും അഫാൻ ജീവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ റഹീമിനെ പോലും എന്തുകൊണ്ട് കടബാധ്യത അറിയിച്ചില്ല? എന്തായാലും കടം വീട്ടാനുള്ള ഒരു വ്യക്തി എന്ന നിലയിലെങ്കിലും ഇത്തരത്തിൽ കടങ്ങൾ ഉണ്ടായി എന്ന് ഷമീനയ്ക്ക് തുറന്നു പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? റഹീമിനോട് പോലും സത്യം പറയാൻ ഇതുവരെ ഷമീന തയ്യാറാകുന്നില്ല. അപ്പൊ എന്താണ് അവർക്ക് മറയായിട്ട് നിൽക്കുന്ന ഒരു വലിയൊരു ചോദ്യം. മറ്റൊരു കമന്റ് നമ്മൾ നോക്കാവേ. ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ തന്നെ നമ്മുടെ മാനസിക നില നോർമൽ ആവും. അപ്പൊ പിന്നെ ഇത്രയും വലിയ ഷോക്കിൽ നിൽക്കുന്ന അമ്മയുടെ മൊഴി കുറച്ചു കഴിഞ്ഞ് എടുക്കുന്നതാവും ഉചിതം. അവർക്ക് സമയം കൊടുത്ത് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് സ്വയം ബോധ്യപ്പെടുമ്പോൾ അന്വേഷണത്തോട് സഹകരിക്കുമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഷമീനയ്ക്ക് സമയം കൊടുക്കാം അല്ലെ, ഇനിയും പൊരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഇത്രയും വലിയൊരു തുറക്കുന്നു തോന്നുന്നുണ്ട് കുറച്ചുകൂടി കാരണം ഇതിപ്പോ 1 മാസം പോലും ഈ സംഭവം നടന്നിട്ട് അവര് നേരിട്ട് 1 മാസമാകാൻ 6 ദിവസം മാത്രമേ ഉള്ളൂ. 1 മാസം പോലും ആയിട്ടില്ല. അപ്പോ അത്രയും വലിയൊരു ഷോക്ക്, അത്രയും വലിയൊരു ജീവിത പ്രതിസന്ധിയിലൂടെയാണ് ആ മാതാവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീ മനസ്സാണ്, ഒരു അമ്മ മനസ്സാണ്. അപ്പോ അതിൽ നിന്ന് കുറച്ച് റിക്കവർ ആകാൻ കുറച്ചുകൂടി സമയം നമുക്ക് കൊടുക്കാം. അമ്മ മനസ്സാണെങ്കിൽ പോലും അന്ന് എന്ത് സംഭവിച്ചു എന്ന്
എന്ന് പറയാമല്ലോ. എന്തിനാണ് കട്ടിൽ നിന്ന് വീണു എന്ന് പറയാ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അത് ഈ മനസ്സുമായിട്ട് നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തനിക്ക് എന്താണ് സംഭവിച്ചതെന്നെങ്കിലും തുറന്നു പറഞ്ഞുകൂടെ? പറയാം. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി അല്ല, മൂന്നാം ഘട്ട തെളിവെടുപ്പിനായിട്ട് കസ്റ്റഡിയിൽ നിന്ന് വാങ്ങിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ തെളിവെടുപ്പുകളും മറ്റും നടത്തുക. അഫാനെ കസ്റ്റഡിയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഈ ഷെമിയെ ആക്രമിച്ച കേസിലും ഫർസാനെയും അതുപോലെ തന്നെ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിലുമാണ് വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നത്. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ അഫാനിൽ നിന്ന് അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ വരും മണിക്കൂറുകളിൽ അഫാൻ ഇനി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. അഫാൻ മാത്രമല്ല, ഷെമി ഇനി കൂടുതൽ എന്തെങ്കിലും വെളിപ്പെടുത്താൻ ശ്രമിക്കുമോ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊഴി തിരുത്തിക്കൊണ്ട് ഷെമി യഥാർത്ഥ കാരണം വെളിപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നൊക്കെയാണ് നമുക്കിനി കണ്ടറിയേണ്ടത്.